ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടിയുള്ള സിലബസ് വൈസ് ക്ലാസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് ചില ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് അല്ലേ, അപ്പോൾ എൽ ഡിയും എൽ ജി എസും അതുപോലെ തന്നെ എൽ പി യു പി ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പറയുന്ന സിലബസിലില്ല. അങ്ങനെയല്ല, നമ്മൾ പഠിക്കുന്നതിൽ ഭൂരിഭാഗം ഏകദേശം ഒരു 60% ഭാഗം ജി കെ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൽ ഡി, അതുപോലെ മെയിൻ എൽ ജി എസ്, എൽ പി യു പി തുടങ്ങിയ എക്സാംസിനും കൂടി ഉള്ള ടോപ്പിക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആ എക്സാമിൻ്റെ ആ ടൈം ആകുമ്പം ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സിലബസ് വൈസ്ഡ് അതിൻ്റെ ക്ലാസ് വീണ്ടും തരുന്നതായിരിക്കും. പക്ഷെ ഈ ക്ലാസ് കൂടെ കണ്ടു പോകാനായിട്ട് മറ്റുദ്യോഗാർത്ഥികൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്നതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. നോക്കാം, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന പോർഷൻസ് ആണ് അതിൽ വരുന്നത്. നോക്കാം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നതാണ് ദേശീയത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നതാണ് എന്ത്? ദേശീയത എന്ന് പറയുന്നത്. അപ്പൊ ഈ ദേശീയത എന്നുള്ളതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി തന്നിരിക്കുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ. എന്താണ്? സ്ഥാപനങ്ങൾ, സ്ഥാപകൻ. എന്തൊക്കെ സ്ഥാപനങ്ങളാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, കൊൽക്കത്ത മദ്രസ, ബനാറസ് സംസ്കൃത കോളേജ് എന്നിവ സ്ഥാപിച്ചത് ആരെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ്. കാരണം ഇതിൽ എല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ്. അപ്പൊ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ആരാണ്? വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ആരാണ്? വില്യം ജോൺസ് ആണ്. കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ് കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്, കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിംഗ്, ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ. ക്ലിയർ ആണോ? അടുത്തത്, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ആരുടെ വാക്കുകളാണ്? മെക്കാളെ പ്രഭു. ആരാണ്? മെക്കാളെ പ്രഭുവിന്റെ കോട്ടാണ് കേട്ടോ അത്. ഓക്കെ, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 1835. ആരാണ് നടപ്പിലാക്കിയത്? ഈ മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വ്യക്തി. ക്ലിയർ ആണോ? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 1835. 19ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നതാണ് സയന്റിഫിക് സൊസൈറ്റികൾ. ഇപ്പോൾ എന്താണ് സയന്റിഫിക് സൊസൈറ്റികൾ? 19ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും
ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നതാണ് സയന്റിഫിക് സൊസൈറ്റികൾ. നോക്കൂ, ഇത്തരം സയന്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ. എവിടത്തെ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി എവിടെ സ്ഥാപിച്ചു? കൽക്കട്ടയിൽ സ്ഥാപിച്ചു. 1825 യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചു. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കട്ടയിൽ തന്നെയാണ് 1838. അപ്പോൾ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി, യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി, ഇവ രണ്ടും സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൊൽക്കട്ടയിലാണ്. മഹീന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ. എന്താണ് ഇന്ത്യൻ അസോസിയേഷൻ? ആര് സ്ഥാപിച്ചത്? മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ബംഗാളിലാണ്. എവിടെയാണ്? ബംഗാളിലാണ് 1876. അതുപോലെ ബനാറസ് സംവാദ ക്ലബ്ബ്. എന്താണ്? ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ചത് ബനാറസിലാണ്. ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ചത് ബനാറസിലാണ് 1861. സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി. സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് അലിഗഡിലാണ് 1864. സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി എവിടെയായിരുന്നു? അലിഗഡിലായിരുന്നു 1864. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ബീഹാറിലാണ്. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? ബീഹാറിലാണ് 1868. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തത് രാജാറാം മോഹൻ റോയ് ആണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. 1828. രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. 1828. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം നടപ്പാക്കാൻ കാരണം ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അപ്പൊ ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൂലേ? എന്താണ് ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. നോക്കൂ, ബംഗാളിലാണല്ലേ ആദ്യമായിട്ട് എന്ത് ബംഗാൾ വിഭജനവും അതുപോലെ പ്രക്ഷോഭങ്ങളും സമാരസ്യങ്ങളൊക്കെ ഉണ്ടായത് എവിടെ വെച്ചാണ്? ഈ പറയുന്ന ബംഗാളിൽ തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ബംഗാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ആരെയൊക്കെയാണ്? നവോത്ഥാന നായകന്മാരിൽ ആദ്യം ഓർമ്മ വരേണ്ടത് രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇവരെയൊക്കെ നമുക്ക് ഓർമ്മ വരണം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. നോക്കാം. എന്താണ് സ്ഥാപനങ്ങളും സ്ഥാപകരും? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിംഗ്. ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് ആരുടെ വാക്കുകളാണ്? മെക്കാളെ പ്രഭു.
ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് 1835, മറക്കരുത് വർഷം. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നതാണ് സയന്റിഫിക് സൊസൈറ്റികൾ. അങ്ങനെ ഒത്തിരി സൊസൈറ്റികൾ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്ത് സ്ഥാപിക്കുകയുണ്ടായി. കൊൽക്കത്തയിൽ സ്ഥാപിച്ച യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി, അതുപോലെ തന്നെ കൊൽക്കത്തയിൽ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു സൊസൈറ്റിയും സ്ഥാപിക്കപ്പെട്ടു. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. ബനാറസ് സംവാദ് ക്ലബ്ബ് ബനാറസിലായിരുന്നു. സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡിലായിരുന്നു. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി എവിടെയായിരുന്നു? ബീഹാറിലായിരുന്നു. അപ്പൊ പേരുള്ളത് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളെന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മ സമാജം. 1828. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാർ. അടുത്തതായിട്ട് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, ആശയങ്ങൾ എന്നിവ തന്നിട്ടുണ്ട്. എന്താണ്? ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെ, ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ അത് സ്ഥാപിച്ച ആളുകൾ, അതിൻ്റെ ആശയം എന്തായിരുന്നു, ആ പ്രസ്ഥാനങ്ങളുടെ ആശയം എന്തായിരുന്നു എന്നതാണ് ഈ ടേബിള് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കാം. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചത്. എന്തായിരുന്നു ആര്യസമാജത്തിന്റെ ആശയം? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. എന്താണ്? വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർത്തതാണ് ആര്യസമാജത്തിന്റെ ആശയം, അതിൽ ഉൾപ്പെടുന്ന ആശയം. അടുത്തത് രാമകൃഷ്ണ മിഷൻ. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, അടുത്തത് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിക്കുകയാണ് ആരുണ്ടായത്? ഈ അലിഗഡ് പ്രസ്ഥാനം. ഓക്കെ, അടുത്തത് പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. എന്തൊക്കെയാണ്? മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ് സ്ഥാപിച്ചത്. ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു. അടുത്തത് ഹിതകാരിണി സമാജം വീരേശലിംഗം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തി. നോക്കൂ, ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ചേരുംപടി ചേർക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തരാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ടേബിളാണ്. അപ്പോൾ ഇത്
വൃത്തിയായി പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് സത്യശോധക് സമാജ് ജ്യോതി ബാഫുലെ. ആരാണ് സത്യശോധക് സമാജ്? ജ്യോതി ബാഫുലെ. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. ഏതാണ്? SNDP അല്ലെ. ഓക്കെ, ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ ടേബിള് വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. അടുത്തത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. അപ്പോൾ ഈ ദേശീയ സമരകാലത്ത് ഒരുപാട് പത്രങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കപ്പെട്ടു അല്ലെ. അത്തരം പത്രങ്ങൾ അതിൻ്റെ നേതാക്കളാരെല്ലാമാണ് എന്ന് നോക്കാം. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ ഫർദുജ്ഞി മാസ്ബൻ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്, യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നോക്കാം ഒന്നുകൂടെ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, ബോംബെ സമാചാർ ഫർദുജ്ഞി മാസ്ബൻ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നോക്കൂ, ഷോം പ്രകാശ്, ഓം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രകാശം അല്ലെ, പ്രകാശ വളയൊക്കെ വരില്ലേ? ഓക്കെ, അപ്പൊ എവിടെയാണ്, ആർക്കാണ് ഈ പ്രകാശവലയം കാണുക? ഈശ്വരനെ അല്ല. അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ദാദാഭായ് നവറോജി, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ശബ്ദമായി ഉയർന്ന ഒരു വ്യക്തിത്വമാണ് ആര്? ഈ ദാദാഭായ് നവറോജി അല്ലെ. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണോ? അതുപോലെ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. അപ്പൊ ഇന്ത്യ ഒന്ന് പുതിയതാക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ആനി ബസന്റ് എന്നൊക്കെയൊക്കെ കണക്ട് ചെയ്യുക. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അപ്പം യൂത്തുകളെയും അതുപോലെ എന്താ പറയുക, ഹരിജൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിത്വമാണല്ലോ മഹാത്മാഗാന്ധി. അപ്പൊ യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്ന പത്രം ആരുടേതായിരുന്നു? ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അതേപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, കാരണം ഇതും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ടേബിളിലുള്ള സകല ചോദ്യങ്ങളും നേരത്തെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളാണ് സംവാദ് കൗമുദി. ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി. മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലാ? പേർഷ്യൻ ഭാഷയിൽ. ഏതൊക്കെയായിരുന്നു? സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ്? രാജാറാം മോഹൻ റോയിയുടെ. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. ഓക്കെ, അടുത്തത് 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണിക്കുലാർ പ്രസ് ആക്ട് പാസാക്കിയത് ആരാണ്? ലിട്ടൺ
റിട്ടൺ പ്രഭുവാണ്. നമ്മൾ റൈറ്റ് ചെയ്യുന്നത് റിട്ടൺ എന്ന് തന്നെ നമ്മൾ കണക്ട് ചെയ്യുക. എങ്ങനെയാണ്? റിട്ടൺ. പ്രാദേശിക ഭാഷകൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിലാണ് കൊടുക്കുന്നത്, എഴുതി കൊടുക്കുന്നത് എന്നൊക്കെ കണക്ട് ചെയ്യുക. 1878 ഏതാ വർഷം? 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർണിക്കുലർ പ്രസ് ആക്ട് പാസാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? രാജാ റാം മോഹൻ റോയ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇപ്രകാരം പറഞ്ഞത് രാജാ റാം മോഹൻ റോയ്. കോട്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത്, പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. കേശവചന്ദ്രസെന്റെ വാക്കുകളാണിവ. കേശവചന്ദ്രസെൻ എന്താ പറഞ്ഞത്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ഇതാരാ പറഞ്ഞത്? കേശവചന്ദ്രസെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. അല്ലെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗാക്കറും പിന്നെയോ MG റാനഡയും ചേർന്നാണ്. അല്ലെ, മഹാഗോവിന്ദ റാനഡെ, ബാലഗംഗാധര തിലക് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് എന്ത്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. എവിടെ സ്ഥാപിച്ചത്? 1884 പൂനെയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ഇത്, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. അപ്പൊ ഇതിലൊരു ഓപ്ഷൻ എന്താണ്? വേറൊരാളെ തന്നിട്ട് ഇതിൽ ഏതെല്ലാമാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ ജി അഗാക്കർ ഉണ്ട്, ബാലഗംഗാധര തിലകുണ്ട്, മഹാദേവ ഗോവിന്ദ റാനഡെ ഉണ്ട്. അടുത്തത്, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? ഫർഗൂസൺ കോളേജ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിൽ സ്ഥിതി ചെയ്യുന്നു. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1916 മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ ആണ്. എന്താണ്? 1916 മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏതാ വർഷം? 1921 ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കപ്പെട്ടു. സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. നോക്കൂ, ഇതിൽ പറയുന്ന ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എല്ലാം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, ഒന്നും നമുക്ക് മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. അപ്പൊ അടുത്തത് എന്താ പറയുന്നത്? രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിശ്വഭാരതി സർവകലാശാല. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രീതി എന്നതാണ് ടാഗോർ ലക്ഷ്യം വരിച്ചത്. എന്താണ്? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ എന്താണ് ലക്ഷ്യമിട്ടത്? പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി. അലീഗഡിൽ ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ എന്നിവർ ചേർന്നാണ്. അലീഗഡിൽ ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് ആരാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ എന്നിവർ
ചേർന്നാണ്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. വളരെ ഇമ്പോർട്ടന്റ്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. തൃശ്ശൂരിൽ, എവിടെയാണ്? തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഏതാ വർഷം? 1930. 1930 തൃശ്ശൂർ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി അഥവാ നയീം താലീം പദ്ധതി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി അഥവാ നയീം താലീം വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നു. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്താലോ? നോക്കാം. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളാണ് സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നിവ. സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർണാക്കുലർ പ്രസ് ആക്ട് പാസാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഈ പ്രകാരം അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് കേശവ് ചന്ദ്ര സെന്നാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാണിത്? വി ജയ്ശലിംഗം. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഫർഗുസൺ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1916 മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടു. ഇതിന്റെ സ്ഥാപകനാരായിരുന്നു DK കാർവെ. ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സഹോദര്യത്തിന് നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? പാശ്ചാത്യവും പൗരസ്ത്യമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി. അലിഗഡിൽ ജാമിയ മിസ്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും സക്കീർ ഹുസൈനും ചേർന്നാണ്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന നയീം താലീം വിദ്യാഭ്യാസ പദ്ധതി. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. INCയുടെ 1937 വാർധാ സമ്മേളനം നയീം താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. INCയുടെ 1937 വാർധാ സമ്മേളനം നയീം താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം നോവലിന്റെ പ്രമേയം എന്താണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് ആനന്ദമഠം എന്ന നോവലിന്റെ പ്രമേയം. ക്ലിയർ ആണോ? വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര. എങ്ങനെ കണക്ട് ചെയ്യാം? ദർപ്പൺ ദീനബന്ധു മിത്ര. ഓക്കെ, അപ്പൊ ഈ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. സാരേ ജഹാസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി ആര്? മുഹമ്മദ് ഇക്ബാൽ. ആരാണ്? സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന വരികൾ എഴുതിയത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ. അത് ഏത് കവിയാണ്? ഉറുദു കവിയാണ്. ഓക്കെ,
അടുത്തത് കൃതികളും എഴുത്തുകാരും ഭാഷയും തന്നിട്ടുണ്ട്. ഓരോ കൃതികൾ ഏതെല്ലാം ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ ഓഥർ ആരാണ്, എഴുത്തുകാർ ആരാണ് എന്ന് തന്നിട്ടുണ്ട്. നോക്കാം. ഘോര ഗീതാഞ്ജലി, ഇത് അതിൻ്റെ ഒരു ഫ്ലോ പോലെ പഠിച്ചു പോണേ, എങ്കിലാണ് നമുക്ക് എന്താ പറയാ, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ വായിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഘോര ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എഴുത്തുകാരെ പഠിച്ചു പോവാം, പിന്നെ ഭാഷ നോക്കാം കേട്ടോ. ഘോര ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ. സേവാസദൻ പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ്. സേവാസദൻ പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ്. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു വിഷ്വലൈസേഷൻ ആവശ്യമുണ്ട്. എന്താണ്, ഒരു ഗോതയുണ്ട്. ആ ഗോതയിൽ എന്താണ്, ഒരു ആളുകൾ എന്ത് ചെയ്യും, ഗോതയിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലേ, അവരെ ക്ഷീണമൊക്കെ മാറ്റാൻ, വെള്ളം കൊണ്ടു കൊടുക്കാനും, അവരെ സഹായിക്കാനും, അവരെ സേവ ചെയ്യാനും ഒരാളുണ്ടാവും. അപ്പൊ ഗോദാൻ, സേവാസദൻ കിട്ടിയോ. അടുത്ത് പ്രേമാശ്രമം, രംഗഭൂമി. ആ രംഗഭൂമിയിൽ തന്നെ, ആ ഗോദാഭൂമിയിൽ തന്നെ എന്ത് അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഒരു എന്ത് നടക്കുന്നുണ്ട്, പ്രേമം നടക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിത് ഓർത്തിരിക്കാൻ കഴിയും. അടുത്ത എന്താണ്, സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ ആരുടെ കൃതികളാണ്, പ്രേംചന്ദിന്റെ കൃതികളാണ് അല്ലെ. പ്രേംചന്ദ്, പ്രേമാശ്രമം, അത് കണക്ട് ചെയ്യും. ഓക്കെ. അടുത്തത് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ എഴുതിയത് ആരാണ്, സുബ്രഹ്മണ്യ ഭാരതി. മറക്കരുത്, പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. കിളിപ്പാട്ടല്ല, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ എഴുതിയത് ആരാണ്, സുബ്രഹ്മണ്യ ഭാരതി. അപ്പൊ സുബ്രഹ്മണ്യ ഭാരതി തമിഴ്നാട്ടുകാരനാണെന്ന് അറിയാം. അപ്പൊ തമിഴ് ഭാഷയിലായിരിക്കും രചിക്കുന്ന അറിയാം അല്ലെ. അടുത്തത് ഹിയാത്ത് ഇ സാദി, ഹിയാത്ത് ഇ സാദി, ഹിയാത്ത് ഇ ജവീദ്. ഹിയാത്ത് ഇ സാദി, ഹിയാത്ത് ഇ ജവീദ് എന്നിവ എഴുതിയത് ആരാണ്, അൽതാഫ് ഹുസൈൻ ഹാലി. അപ്പൊ ആ ഫ്ലോയിൽ പഠിക്കും എങ്ങനെയാണ്, ഹിയാത്തി സാദി, ഹിയാത്തി ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി. ഹിയാത്തി സാദി, ഹിയാത്തി ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി. ഏത് ഭാഷ, ഉറുദു അല്ലെ. നമുക്ക് വായിൽ കൊള്ളണില്ലേ അല്ലെ വേർഡ്സ്. അപ്പൊ എന്താണത്, ഉറുദു. അടുത്തത് നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. നിബന്ധമാല, വിഷ്ണു കൃഷ്ണു ചിപ്ലങ്കർ. നിബന്ധമാല എന്തായിട്ട് സങ്കല്പിക്കുക നമ്മള്, വിഷ്ണുവിനുള്ള ഒരു മാലയായിട്ട് സങ്കല്പിക്കുക. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, അല്ലെങ്കിൽ കൃഷ്ണനുള്ള ഒരു മാലയായിട്ട് സങ്കല്പിക്കുക. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചുപ്ലങ്കർ. മറാത്തി, ഏതാ ഭാഷ, മറാത്തി. അടുത്ത എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, അത് നമുക്കറിയാലോ. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ ഭാഷയും ചേർത്ത് നമുക്ക് പഠിക്കാം. ഘോര ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി. ഘോര ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി. സേവാസദൻ പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ്, ഹിന്ദി. സേവാസദൻ പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ്, ഹിന്ദി. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. ഹിയാത്തി സാദി, ഹിയാത്തി ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി, ഉറുദു. ഹിയാത്തി സാദി, ഹിയാത്തി ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി, ഉറുദു. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചുപ്ലങ്കർ, മറാത്തി. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചുപ്ലങ്കർ, മറാത്തി. അടുത്തത് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ, മലയാളം. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ, മലയാളം. കഴിഞ്ഞേ. അടുത്തത് വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അടുത്ത ഭാരത് മാത എന്ന ജലഛായ ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത എന്ന ജലഛായ ചിത്രം വരച്ചത് ആരാണ്, അഭനീന്ദ്രനാഥ ടാഗോർ ആണ്. ആരാണ്, അഭനീന്ദ്രനാഥ ടാഗോർ. അടുത്തത് കൊൽക്കത്തയിൽ വേറൊന്ന് നമ്മൾ പഠിച്ചല്ലോ, ഭാരത് മാത എന്ന നാടകം ട്ടോ. നമ്മൾ അപ്പോഴേ വായിച്ചില്ലായിരുന്നോ, എന്തായിരുന്നു, ഭാരതമാത എന്ന നാടകം എഴുതിയത് ആരാണ്, ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും കൂടി അവതരിപ്പിച്ച നാടകമാണ് ഇത്, ഈ ഭാരത് മാത. ഓക്കെ. അപ്പോൾ ഭാരത് മാത എന്ന നാടകം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ. എന്നാൽ ഭാരത് മാത എന്ന ജലഛായ ചിത്രം വരച്ചത് ആരാണ്, അഭനീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്തത് കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ആണ്. കൊൽക്കത്തയിലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്
സ്ഥാപിച്ചത് ആരാണ്? അഭിനീന്ദ്രനാഥ ടാഗോർ. അപ്പൊ ഈ അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ 2 പോയിന്റ് പഠിച്ചു വെച്ചിരിക്കണം. ഒന്ന്, ഭാരതമാത എന്ന ചലച്ചിത്രം. 2, കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ ആണെന്ന് പഠിച്ചിരിക്കുക. അടുത്തത്, സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നിവ വരച്ചതാരാണ്? നന്ദലാൽ ബോസ്. ആരാണ്? സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നിവ വരച്ചത് നന്ദലാൽ ബോസ് ആണ്. 1938 ഹരിപുരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. എന്താണ്? 1938 ഹരിപുരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണേത്? ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ. ക്ലിയർ ആണോ? അടുത്തത്, ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ്. എന്നാണ് നമുക്ക് ത്രിവർണ പതാക എന്നുള്ള ഒരു രൂപം കിട്ടിയത്? സ്വദേശി സമരകാലത്താണ്. ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം എത്രയാണ്? 8 താമരകളാണ് ഉണ്ടായിരുന്നത്. ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം 8 താമരകൾ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെയാണ്. 8 താമരകൾ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെയാണ്. ത്രിവർണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചത് അർദ്ധചന്ദ്രനെയായിരുന്നു. എന്താണ്? ത്രിവർണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചത് അർദ്ധചന്ദ്രനെയായിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഈ പോർഷൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. INC-യുടെ 1937 വാർത്താ സമ്മേളനം നയീം താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീൻ ഹുസൈൻ കമ്മിറ്റി. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം നോവലിന്റെ പ്രമേയം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. സാരെ ജഹാംസെ അച്ച് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. അടുത്ത കൃതികൾ, എഴുത്തുകാര, ഭാഷ. ഗൗരഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ് ഹിന്ദി. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴ്. ഹിയാത്തി സാദി, ഹിയാത്തി ജവീദ്, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു. നിബന്ധമാല വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി. എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. ഭാരതമാത എന്ന ചലച്ചിത്രം വരച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നിവ വരച്ചത് നന്ദലാൽ ബോസ്. 1938 ഹരിപുരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയ സ്വദേശി സമരകാലത്താണ്. ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം 8 താമരകൾ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെയാണ്. ത്രിവർണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചിരുന്നത് അർദ്ധചന്ദ്രനെയാണ്. എന്നാൽ ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഇന്ന് കാണുന്ന ത്രിവർണ പതാക എന്നാണ് നമ്മൾ സ്വീകരിച്ചത്? 1947 ജൂലൈ 22-നാണ്. ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷേർഗിലാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെയായിരുന്നു? നന്ദലാൽ ബോസിൻ്റെതായിരുന്നു. എന്നാൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. ആരാണ്? അമൃത ഷേർഗിൽ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാച്ചി ഗാമ 1907 സ്റ്റഡ്കട്ടിൽ വെച്ച് അല്ലേ? എന്തായിരുന്നു? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാച്ചി ഗാമ 1907 അല്ലെ? ജർമ്മനിയിലെ സ്റ്റഡ്കട്ടിൽ വെച്ചാണ് അത് ഉയർത്തിയത്. അടുത്ത, മാഡം ബിക്കാച്ചി ഗാമ ത്രിവർണ പതാക ഉയർത്തിയത് 1907 ജർമ്മനിയിലെ സ്റ്റഡ്കട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചാണ്. 2ാം
ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ച്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് 1947 ജൂലൈ 22-ന്. ദേശീയ മുദ്ര എടുത്തിരിക്കുന്ന സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബികാച്ചി ഗാമയാണ്. എവിടെ വെച്ചാണ് ഉയർത്തിയത്? 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചാണ് അവരെന്ത് ചെയ്തത്? ത്രിവർണ്ണ പതാക ഉയർത്തിയത്. അപ്പോൾ ഇത്രയും പോർഷൻസ് വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മിക്കവാറും അടുത്ത ക്ലാസ്സോട് കൂടി തന്നെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയും തുടർന്ന് 2ാമത്തെ മൊഡ്യൂളിലോട്ട് കടക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക്